ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. മാണ്ഡൂക്യ ഉപനിഷത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഉപനിഷത്തിലെ എങ്ങനെയാണോ ബ്രഹ്മത്തിൻ്റെ അക്ഷര ബ്രഹ്മം എന്ന് ആമുഖമായിട്ട് പറഞ്ഞത്, ബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദത്തിലൂടെ ബ്രഹ്മത്തെ അവതരിപ്പിക്കുന്നതാണ് പ്രണവം, ഓംകാരം, താരകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ വിസ്തരിക്കുകയാണ് മാണ്ഡൂക്യോപനിഷത്ത്. അങ്ങനെ വിസ്തരിച്ച് എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിതലത്തിലുള്ള അനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രണവത്തെ പറയുകയാണ്. നമ്മുടെ 3 അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ 3 അവസ്ഥകൾ, ആ 3 അവസ്ഥകളിൽ നമുക്ക് പേരുകൾ നൽകി. വൈശ്വാനരനെന്നും തൈജസനെന്നും പ്രാജ്ഞനെന്നും. അതിന് സമഷ്ടി ഭാവവുമുണ്ട്. വ്യഷ്ടി, സമഷ്ടി. സമഷ്ടി തലത്തിൽ വിരാട് പുരുഷനെന്നും ഹിരണ്യഗർഭനെന്നും ഈശ്വരനെന്നും. ഈശ്വരൻ എന്ന് പറയുമ്പോൾ സമഷ്ടി കാരണ ശരീരാഭിമാനി ഈശ്വര ഇതി ഉച്യതേ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നു ഏതെങ്കിലും എവിടെയോ ഇരിക്കുന്നുണ്ട്, തട്ടുംപുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വളരെ ദൂരത്ത് എവിടെയോ ആകാശത്തിനൊക്കെ അപ്പുറത്ത് എവിടെയോ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ നോക്കുന്ന ഒരാളാണ് എന്ന്. അങ്ങനെയല്ല. സർവവുമായിരിക്കുന്നതിൻ്റെ കാരണമേതോ അതാണ് ഈശ്വരൻ. അതേ ഈശ്വരനാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? ഗാഢസുഷുപ്തിയിൽ നാം അനുഭവിക്കുന്ന സമയത്ത് നമ്മളെന്താണ്? അത് ഈശ്വരനാണ് എന്ന് വളരെ വിസ്തരിച്ച് തന്നെ പറയുകയുണ്ടായി. മാണ്ഡൂക്യ ഉപനിഷത്തിലെ ആ സമയത്ത് എന്താ 6ാമത്തെ മന്ത്രത്തിൽ ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷോ അന്തര്യാമി ഏഷ യോനി സർവസ്യ പ്രഭവാപ്യോ ഹി ഭൂതാനാം. ഏഷ സർവേശ്വര, ഈ പറഞ്ഞ പ്രാജ്ഞൻ സർവേശ്വരനാണ്. അപ്പോൾ ഈശ്വരനെ നമുക്ക് എവിടെ കണ്ടെത്താം? നമ്മളിൽ. സർവസ്വമായിരിക്കുന്നത് അതാണെങ്കിൽ അത് എന്നിൽ നിന്ന് അന്യമാകുന്നത് എങ്ങനെ? ഏഷ സർവജ്ഞ, അത് സർവജ്ഞനാണ്. ഏഷ അന്തര്യാമി, അതെല്ലാറ്റിൻ്റെയും സ്വരൂപമായി വർത്തിക്കുന്നതാണ്. ഏഷ സർവസ്യ യോനിഹി, ഇതാണ് എല്ലാറ്റിൻ്റെയും ബീജസ്ഥാനവും അത് തന്നെയാണ്. ഭൂതാനാം പ്രഭവാപ്യയൗഹി, അതിൽ തന്നെയാണ് അതിൻ്റെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതും അതിലാണ്. ഇത്രയും പറഞ്ഞ് പിന്നീട് നമ്മൾ കണ്ടു, അതായത് ഇനി ഉപനിഷത്ത് പറയാൻ പോകുന്നത് ഈ ഓംകാരത്തിൻ്റെ മാത്രകളെ, ആ ഉ മ എന്നുള്ള 3 മാത്രകൾ, അതിന് 4 പാദങ്ങളെ പറഞ്ഞു. ഇനി ഈ മാത്രകളെ, 4ാമത്തത് വരുമ്പോൾ അമാത്രയാണ്. ഈ മാത്രകളെ എങ്ങനെയാണ്, ഓരോരോ അക്ഷരങ്ങളെ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇനി പറയുന്നത്. ഇതും നമ്മളിൽ തന്നെയാണ് തൊട്ട് കാണിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഉപനിഷത്ത്, ഇതിൻ്റെ അമാത്രയും കൂടെ പറഞ്ഞിട്ടാണ് ഈ ഉപനിഷത്ത് അവസാനിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. 8ാമത്തെ മന്ത്രമാണ്. സ്വയമാത്മാ അധ്യക്ഷരമോങ്കാര അതിമാത്രം പാദാമാത്ര മാത്രാശ്ച പാദ അകാര ഉകാരമകാര ഇതി. ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്കിലും സഹ അയമാത്മാ അധ്യക്ഷരം, ഇങ്ങനെ ഈ ആത്മാവിനെ അക്ഷരം കൊണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് അതെന്താണ്? അക്ഷരമായിട്ട് ആത്മാവിനെ അവതരിപ്പിക്കുമ്പം അത് ഓംകാരമാണ്. അതിമാത്രം പാദാമാത്രാഹ മാത്രാപാദാച്ച അകാര ഉകാരമകാര ഇതി. ഇതിലെ മാത്രകളെ വെച്ച് നോക്കുന്ന സമയത്ത് പാദങ്ങൾ, ഈ 4 പാദങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് മാത്രകളാകുന്നു, മാത്രകൾ പാദങ്ങളാകുന്നു. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും. അതുകൊണ്ട് അകാര ഉകാരമകാരം എന്നതാണ് ഇതിലെ മാത്രകൾ. ഇത്രയാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് നോക്കാം. 9ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, ജാഗരിതസ്ഥാനോ വൈശ്വാനരഃ അകാരഃ പ്രഥമാ മാത്ര ആപ്തേരാദിമത്വാദ്വാ ആപ്നോതി ഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി യ ഏവം വേദ
യാതൊരുവനാണ് യഹ ഏവം ഇപ്രകാരം വേദ അറിയുന്നത്. ഇതാണ് ഈ മന്ത്രത്തിൽ ഇനി അവസാനം എല്ലാറ്റിലും വരുന്നത്. ഒരു എന്താ പറയുക, നമ്മൾ പാട്ടിൽ പല്ലവി എന്നൊക്കെ പറയുന്നത് പോലെ യ ഏവം വേദ, ആരിപ്രകാരം ഇതിനെ അറിയുന്നു. എപ്രകാരം നോക്കാം. ജാഗരിതസ്ഥാന വൈശ്വാനര, ജാഗ്രത അവസ്ഥ അനുഭവിക്കുന്ന വൈശ്വാനരനെ നമ്മൾ പറഞ്ഞുവല്ലോ. ഇപ്പം നമ്മൾ കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, ഘ്രാണിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചവിഷയങ്ങളായി പ്രപഞ്ചത്തെ 5 പ്രകാരത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള അതിൻ്റെ സാത്വിക, രാജസിക, താമസിക ഭാവങ്ങളാൽ ഉൽപ്പന്നമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അത് അങ്ങേയറ്റം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ അഭാവത്തിൽ ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല, ഈ നെറ്റ്വർക്കും ഫോണും പോലെ. അപ്പോൾ ആ ജാഗരിത സ്ഥാന, ജാഗ്രത അവസ്ഥ അനുഭവിക്കുന്ന ആ വൈശ്വാനരൻ, ഈ വൈശ്വാനരനെയാണ് വിശ്വൻ എന്നും പേര് ചൊല്ലി മറ്റിടത്ത് പറയാറുണ്ട്. അപ്പോൾ വൈശ്വാനരൻ അല്ലെങ്കിൽ വിരാട് പുരുഷൻ എന്നുള്ളത് സമഷ്ടിയെ കുറിക്കുന്നതാവും. അങ്ങനെ സംശയം തോന്നണ്ട, അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പറയുന്നു. ആ ജാഗരിത സ്ഥാന വൈശ്വാനര പ്രഥമ മാത്ര അകാര, അതാണ് ഇതിലെ ആദ്യ മാത്രയായിട്ടുള്ള അകാരമാണ് ഈ ജാഗരിത സ്ഥാനത്തെ അനുഭവിക്കുന്ന വൈശ്വാനരനെ കുറിക്കുന്ന പദം. അകാരം കൊണ്ടാണ്. ഇതേ പ്രണവത്തെ തന്നെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിൻ്റെ മൂർത്തികളായി പറയുന്ന ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയുന്നത്. അകാരം കൊണ്ട് വിഷ്ണു, അകാരം കൊണ്ട് ബ്രഹ്മാവ്, ഉകാരം കൊണ്ട് വിഷ്ണു, മകാരം കൊണ്ട് മഹേശ്വരൻ. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇത് തന്നെ സത്വം, രജസ്, തമസ്. ഇങ്ങനെ 3ൻ്റെ പ്രധാനപ്പെട്ട പിരിവുകളിലെല്ലാം തന്നെ ഈ പ്രണവത്തെ ആ ഉമ ചേർത്ത് പറയാറുണ്ട്. ഇതിവിടെ തന്നെ ഉപനിഷത്ത് തന്നെ ഇങ്ങനെ അങ്ങോട്ട് അവതരിപ്പിക്കുന്നു. എന്താണ്? നമ്മളിലും എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത്? നമ്മളിലും ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെന്നേ. നമ്മളാണല്ലോ ഓരോന്നിനെ എന്താ പറയുക, ചിന്ത കൊണ്ട് ആദ്യം നമ്മൾ അതിനൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്നു. നമ്മളിലെ ബ്രഹ്മാവാണ് ആ പണി ചെയ്യുന്നത്. ഓരോന്ന് നമ്മൾ ആലോചിച്ച്, നമ്മൾ ക്രിയാത്മകമായി ആലോചിച്ച് അതിനെ, അതിപ്പോൾ ഒരു പെയിൻറ്റിംഗ് ആണെങ്കിലും അതൊരു കവിതയാണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ നമ്മുടെ സൃഷ്ടിയാണ്. ആരാണ് അതിനെ സൃഷ്ടിച്ചത്? നമ്മളാണ്. അതിനെ നമ്മുടെ തലമണ്ടയാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ സൃഷ്ടാവാണ്. ഇനി അതിനെ പരിപാലിക്കുന്നത് ആരാണ്? അതും നമ്മൾ തന്നെയാണ്. അതിനെ ഉപസംഹരിക്കുന്നത് ആരാ? അതും നമ്മൾ തന്നെയാണ്. അപ്പം നമ്മളിലുണ്ട് എന്താണ്? ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും. അത് നമ്മൾ സമൂഹത്തിലും അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പ്രക്രിയകൾ ചെയ്യുന്നുണ്ട്. പലതും നമ്മൾ പരിപാലിക്കുന്നുണ്ട്, പലതും നമ്മൾ നശിപ്പിക്കുന്നുണ്ട്, പലതും നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കരങ്ങളിലാണ് ഈ ത്രിമൂർത്തികൾ ഇരിക്കുന്നത്. അല്ലാതെ അവർ 50,000 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 5000 കൊല്ലം മുമ്പ് എവിടെയോ ഇരിക്കുന്നു, ഇപ്പോഴും ഏതോ ലോകത്ത് ഇരിക്കുന്നു എന്നല്ല. നമ്മുടെ കരങ്ങളിലാണ്, നമ്മളാണ് ഇതിനൊക്കെ അസ്തിത്വം നൽകുന്നത്. നമ്മളുണ്ടെങ്കിൽ ഈ ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനും ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ആരുണ്ടെങ്കിലുണ്ട്. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എപ്പോഴും പറയുന്ന ബോധം, ആ ബോധമുണ്ടെങ്കിൽ, ഞാനുണ്ടെങ്കിൽ ബോധമുണ്ട്, ബോധമുണ്ടെങ്കിൽ ഈ വിശ്വമുണ്ട്. പ്രപഞ്ചോപശമം, എവിടെയാണ് ഇത് ഉപശമിപ്പിക്കുന്നത്? എന്നിലാണ്. ആരാ ഈ വിശ്വത്തെ ഉണ്ടാക്കുന്നത്? ഞാനാണ്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയും എന്താണ്? വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോത് ഭൂതം യഥാ നിദ്രയാ. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജ അന്തർഗതം പശ്യന് ആത്മനി മായയാ ബഹിഹി ഇവ അഭൂത്. കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന നഗരം പോലെയാണ് ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജ അന്തർഗതം. നമ്മൾ ബോധത്തിലാണ് ഈ വിശ്വം പ്രകടമാകുന്നത്. ഇത് കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ വട്ടാണെന്ന്. അത് ചിന്തയ്ക്ക് നമുക്ക് അത്ര അങ്ങോട്ട് ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ ശേഷി കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവിടെയാണ് ഈ ഏകാഗ്രത എന്നൊക്കെ പറയുന്നത്. അവിടെയാണ്
അപ്പം ജാഗ്രത അവസ്ഥയിൽ ഈ പറഞ്ഞ ജാഗരിത സ്ഥാന വൈശ്വാനര, പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവൻ. നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഇട്ട പേര് വേറെ, വേദാന്തത്തിൽ നമുക്കൊരു പേരുണ്ട്. ഒരു ജീവൻ വിശ്വത്തെ അനുഭവിക്കുമ്പോൾ ആ ആള് വൈശ്വാനരനാണ്, അല്ലെങ്കിൽ വിശ്വനാണ്. അതേ വൈശ്വാനരൻ വേറിട്ട് നിൽക്കാതെ അദ്വൈത ഭാവത്തിലേക്ക് ആ വൈശ്വാനരൻ വീണ് കഴിഞ്ഞാൽ ആ വൈശ്വാനരനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയാം. അപ്പം ആ വിരാട് വർണ്ണനയിലുള്ളതാണ് എന്ത്? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദഗും സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വസ്യേശാനഃ യദന്നേനാതിരോഹതി. എന്ത് മനോഹരമാണെന്നറിയോ ആ സമഷ്ടി, ആ വിരാട് വർണ്ണന. അപ്പം അതിലേക്ക് നമ്മൾ അതുമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിരാടാണ്, പിന്നെ എന്നിൽ എന്തില്ല? വിശ്വനില്ല, വൈശ്വാനരനേ ഉള്ളൂ, വിരാട് പുരുഷനേ ഉള്ളൂ. മാറിപ്പോരുത്. വ്യഷ്ടി സമഷ്ടി, മൈക്രോകോസം മാക്രോകോസം. അപ്പോൾ ജാഗരിത സ്ഥാന വൈശ്വാനര പ്രഥമ മാത്ര അകാര. ഒന്നാമത്തെ മാത്രയായിട്ടുള്ള അകാരം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ അകാരത്തെക്കുറിച്ച് പറയാണ് ആപ്തേഹേ ആദിമത്വാതുവാ. അത് വിശേഷപ്പെട്ടതാണ്. ഈ അകാരം ഏറ്റവും ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്. ആപ്തേഹേ, അതെല്ലായിടത്തും എത്തിച്ചേരുന്നതാണ്, അതിൻ്റെ വ്യാപ്തി അനന്തമാണ്. ആദിമത്വാത്, അത് ആദിമമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും അകാരം ഇവിടെ ജാഗരിത സ്ഥാനത്തിൽ വൈശ്വാനരന് നൽകപ്പെട്ടിരിക്കുന്നു. അകാരം അക്ഷരങ്ങളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്നതാണ്. ഗീതയിൽ ഭഗവാൻ പറയും, അക്ഷരാണാം അകാരോസ്മി, അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ്. നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഷ എടുത്തോളൂ, ആദ്യത്തെ ആൽഫബറ്റിൽ വരുന്നത് അകാരത്തെ ആയിരിക്കും. അത് എ എന്നോ എങ്ങനെ പറയുകയാണെങ്കിലും. ഇപ്പം കുട്ടികളെ ABCD പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ABCD എന്നല്ല, കുട്ടികളിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. നമ്മുടെ ഭാഷയിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഒരു പദം, ഒരു വാക്കുണ്ടാകുന്നത്. അമ്മ എന്ന് പറയുമ്പം അകാരവും മകാരവും, മകാര ഇരട്ടിക്കും, അപ്പോഴാണ് അമ്മ. അച്ഛൻ എന്നൊക്കെ ഉള്ള പേര്. എങ്ങനെയാണോ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത് അതുപോലെ തന്നെയാണ് വാക്കുകളും ഉച്ചരിക്കുന്നത്, പദങ്ങളും ഉച്ചരിക്കുക. അങ്ങനെ അതിൽ ആ ഉച്ചാരണത്തിൽ എന്തുണ്ടാവില്ല? വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതാണല്ലോ പണ്ട് ഒരാൾ പറഞ്ഞത്. എന്താണ് ഉപരി പറഞ്ഞു, ഇംഗ്ലീഷ് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത എന്താന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഒരു ലോജിക്കില്ലാന്ന്. ലോജിക്കൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ ഭാഷ പഠിക്കുന്നത് പോലെ അത് പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. പൂച്ച, ഇങ്ങനെയാണ് നമ്മൾ പൂച്ച എന്ന് പറയുന്നത്. പൂച്ച എഴുതുന്നതോ പകാരം ചേർത്ത് അതിൽ പൂച്ച, പൂച്ച, അത്രയേ ഉള്ളൂ, പൂച്ച. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? CAT. എന്നിട്ട് എന്ത് വായിക്കണം? സാറ്റ് എന്നാണോ വായിക്കുക? അല്ല, അങ്ങനെ വായിച്ചാൽ നമ്മളെ കളിയാക്കും. മലയാളത്തിലും ഹിന്ദിയിലും സംസ്കൃതത്തിലും ഒക്കെ അങ്ങനെയല്ലേ? അതെ. അപ്പം CAT എന്ന് എഴുതുക, എന്നിട്ട് എന്ത് വായിക്കുക? കാറ്റ് എന്ന് വായിക്കുക, അർത്ഥം പൂച്ച എന്ന് പറയുക. ഇങ്ങനെയാണ് നമ്മുടെ അക്ഷരങ്ങളിൽ നിശബ്ദമായ അക്ഷരങ്ങളൊന്നും നിലകൊള്ളുന്നില്ല. ഇപ്പം സംസ്കൃതത്തിൽ ചില വ്യാകരണത്തിലെ ചില നിയമങ്ങളുണ്ട്, അത് കണിശമായി പാലിക്കുന്നവരൊക്കെ ഉണ്ട്.
ഇപ്പോൾ വിസർഗം കഴിഞ്ഞ് പകാരത്തിൽ വിസർഗം കഴിഞ്ഞ് വരുന്ന സമയത്ത് അത് ഫ എന്നുള്ള രീതിയിലാണ് ഉച്ചരിക്കുക. അപ്പോൾ നമ പാർവതേ, സംസ്കൃതത്തിൽ അത് ശരിയായ ഉച്ചാരണം വരുമ്പോൾ എങ്ങനെയാണ്? നമ പാർവതേ, നമ പാർവതേ എന്നല്ല. സംസ്കൃത നിയമത്തിൽ കണിശമായി പാലിക്കണം എങ്കിൽ വിസർഗം കഴിഞ്ഞ് പകാരത്തിന് എന്തു ചേരും? ഫ് എന്നുള്ള അത് ഫ എന്നുള്ള കൃത്യമായി അതിങ്ങനെ ഒരു മിശ്രിതമായിട്ടാണ് അത് പോവുക. അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതല്ല. അപ്പം ഇവിടെ ഉച്ചരിക്കുന്നതും അത് എഴുതുകയാണെങ്കിലും പറയുന്ന സമയത്ത് അത് ഉച്ചാരണത്തിലും അക്ഷരങ്ങൾ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതുപോലെ. ഇപ്പം KNOW, ക്നോ എന്ന് നമ്മൾ ഉച്ചരിക്കില്ല, കെ സൈലൻ്റാണ്. ഐ നോ ഹിം എന്നുള്ളത് INO ഹിം എന്ന് എഴുതിയാൽ ശരിയാണോ? ഇംഗ്ലീഷിൽ അത് തെറ്റാണ്. മലയാളത്തിലാണെങ്കിലോ? അപ്പം ഐ നോ ഹിം എന്നുള്ളത് മലയാളമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, അതാണ് അതിൻ്റെ അർത്ഥം. സംസ്കൃതത്തിലും അത്. നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഭാഷാ പഠനമോ കാര്യങ്ങളോ ഒന്നുമല്ല. എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. ഇതൊക്കെ പൂർവ്വരൂപത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പിന്നീട് ലോപിച്ച് ഇങ്ങനെ ആയതാണെന്നാണ് പറയുന്നത്. ഭാഷാ പണ്ഡിതനുമായിട്ട് ഒരിക്കൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാ, ഇംഗ്ലീഷിൽ വളരെ പണ്ട് കാലത്ത് ക്നോ എന്ന് തന്നെ പറഞ്ഞിരുന്നു, പിന്നീട് അത് ലോപിച്ച് ഇങ്ങനെ ആയതാണ്. പക്ഷേ എഴുത്തിൽ അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. കാരണം അത് എഴുത്തിലും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭാഷ മരിച്ചു പോകും, പിന്നെ ആകെ മൊത്തം കൺഫ്യൂഷനായി പോകും. ഇപ്പോൾ പുതിയ നമ്മുടെ ടെക്സ്റ്റ് ലാംഗ്വേജ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കാലാന്തരത്തിൽ അതിന് പരിഷ്കാരങ്ങൾ വരുന്നത്. പണ്ട് ഐ വിൽ എന്ന് തന്നെ പറയണം എന്നാണ്. അപ്പം അങ്ങനെയാണോ? ഐ വില്ലൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു പരിഷ്കാരം അല്ലെങ്കിൽ ചേരാത്തത് ഐൽ എന്നാണ് പറയും അല്ലേ? അപ്പോൾ ഈ ഭാഷ ഇപ്പം മലയാളത്തിലും ഉണ്ടല്ലോ അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അടിച്ചു പൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പോസിറ്റീവാണ്. ഇപ്പം പലതും പോസിറ്റീവാണ്. ഇരിക്കട്ടെ, അകാരം ഏറ്റവും വിശേഷപ്പെട്ടവനാണ് അക്ഷരങ്ങളിൽ. അക്ഷരാണാം അകാരോസ്മി, ഞാൻ അകാരമാകും. ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ആൽഫബറ്റിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആൽഫബറ്റിൽ പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അകാരം എവിടെയും മുമ്പനാണ്, മുന്നിട്ട് നിൽക്കുന്നു. മൂപ്പർക്ക് പ്രഥമ സ്ഥാനമാണ്. അതുകൊണ്ട് പറയുകയാണ്, ഇവൻ പ്രഥമനാണ്. ആദിമത്വാതുവ, അതുകൊണ്ടായിരിക്കാം, ആദിമമായിരിക്കുന്നത് കൊണ്ടാണ് ഈ അകാരം ആദ്യത്തെ മാത്രയായി തീർന്നത്. ഇങ്ങനെ യഹ ഏവം വേദ, ആരാണോ ഇങ്ങനെ ഇതിനെ അറിയുന്നത്, ഇങ്ങനെയാണ് ഇതിനെ അറിയേണ്ടത്. സഹ അവൻ സർവാൻ കാമാൻ ആപ്നോതി ഹവൈ ആദിഹി ച ഭവതി. സർവാൻ കാമാൻ, അവൻ്റെ സകല ആഗ്രഹങ്ങളും ആപ്നോതി ഹവൈ, അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രാപിക്കുന്നു. ആദിച ഭവതി, കൂടാതെ അവൻ ഒന്നാമനായും തീരുന്നു. യഹ ഏവം വേദ, ആരാണോ ഇപ്രകാരം ഇതിനെ അറിയുന്നത്. ഇനി രണ്ടാമത്തെ മാത്രയെക്കുറിച്ച് പറയുന്നു. സ്വപ്നസ്ഥാന തൈജസോകാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാത് ഉഭയത്വാദ്വാ ഉത്കർഷതി ഹവൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി. നാസ്യാബ്രഹ്മവിത് കുലേ ഭവതി യ ഏവം വേദ. സ്വപ്നസ്ഥാന തൈജസ ഉകാരഃ ദ്വിതീയ മാത്ര ഉത്കർഷാത് ഉഭയത്വാദ് വാ ഉത്കർഷതി ഹവൈ ജ്ഞാനസന്തതിം സമാനഃ ച ഭവതി. നാസ്യ ബ്രഹ്മവിത് കുലേ ഭവതി യ ഏവം വേദ. എന്താണ് സ്വപ്നസ്ഥാന?
രണ്ടാമത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയിൽ നിന്ന് സ്വപ്നാവസ്ഥ. ആ സ്വപ്നസ്ഥാനത്തിരിക്കുന്ന ജീവൻ സ്വപ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പം ഉള്ള ജീവൻ്റെ പേരാണ് തൈജസൻ എന്ന്. ആ തൈജസനാണ് രണ്ടാമത്തെ ദ്വിതീയാമാത്ര ഉകാരഃ. രണ്ടാമത്തെ മാത്രയായിട്ടുള്ള ഉകാരം അതിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഉകാരഃ അതെന്തുകൊണ്ടാണ്? ഉത്കർഷാത് ഉഭയത്വാതുവ, ഉത്കർഷം കൊണ്ടും രണ്ടിലും ഇരിക്കുന്നത് കൊണ്ടും ഉഭയകോടിയിൽ ഇരിക്കുന്നത് കൊണ്ടും അത് വിശേഷപ്പെട്ടതായി തീർന്നത് കൊണ്ടാണ് അത് രണ്ടാമത്തെ മാത്രയായി ഭവിച്ചിരിക്കുന്നത്. ഉകാരം രണ്ടാമത്തെ മാത്രയായത് എന്ന് അതിനെ ഒന്ന് പ്രശംസിക്കുകയാണ്, ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നു. ഉകാരം അതാണ് അതിൻ്റെ പ്രശസ്തി, അല്ലെങ്കിൽ അതിനാൽ അത് പ്രസിദ്ധമായിരിക്കുന്നു. ഉഭയത്വാദ്വ, ഉകാരത്തിന് ഈ ഒരു പദവി കിട്ടിയത്. ഇത് എങ്ങനെ യ ഏവം വേദ, ഇതിനെ ഇങ്ങനെ തന്നെ അറിയേണ്ടതാണ്. ആരാണ് ഇതിനെ ഇങ്ങനെ അറിയുന്നത്? ജ്ഞാനസന്തതിം ഉത്കർഷതി സമാനഃ ച ഭവതി. ആര് ഇതിനെ ഇങ്ങനെ അറിയുന്നു, അനുസന്ധാനം ചെയ്യുന്നു? അവൻ ജ്ഞാനസന്തതിയെ ഉത്കർഷതി, ഉത്കർഷപ്പെടുത്തുന്നു. അറിവ് തന്നെ അവന് പുത്രനായി ലഭിക്കുന്നു. ജ്ഞാനസന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ജ്ഞാനം പുത്രസമമായിട്ട് ഒരു പുത്രൻ നമുക്ക് എപ്രകാരം ഉപകാരപ്പെടുമോ അതുപോലെ ഈ ജ്ഞാനം പുത്രനായി ലഭിക്കും നമുക്ക്. അസ്യ കുലേ അബ്രഹ്മവിത് ന ഭവതി, അവൻ്റെ കുലത്തിൽ സത്യമറിയാത്ത അജ്ഞാനികൾ, മൂഢന്മാർ, പൊട്ടന്മാർ അവൻ്റെ കുലത്തിൽ തന്നെ ഉണ്ടാവില്ല എന്ന് പറയും. അവൻ്റെ കുലം തന്നെ അവനാൽ ശ്രേഷ്ഠതയെ പ്രാപിക്കുന്നു. ഈ ഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ ശിഷ്യനൊരു ചോദ്യം ചോദിക്കുമ്പം ഗുരു അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ശിഷ്യനോട് പറയുന്നത് അതാണ്. പാവിതം തേ കുലം ത്വയാ, നിന്നാൽ നിന്റെ കുലം തന്നെ പവിത്രമാക്കപ്പെട്ടു. കാരണം നീ കൃത്യമായൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കോ നാമ ബന്ധ കഥമേഷ ആഗത കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷസേ. എന്താണ് ബന്ധനം, എന്താണ് മോക്ഷം, ഇത് തമ്മിലുള്ള ബന്ധം എന്താണ് ഇത്യാദി കാര്യങ്ങളൊക്കെ ചോദിച്ച് അവനോട് ഗുരു പറയുകയാണ്, നീ കൃത്യമായ ഒരു വഴിയിലാണ് നീ യാത്ര ചെയ്യുന്നത്, നീ ഇതിന് അധികാരിയാണ്, എന്തുകൊണ്ടും നിന്റെ കുലം പാവിതം തേ കുലം ത്വയാ, നിന്നാൽ നിന്റെ കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യകുലം എന്ന് പറയും. മനുകുലം എന്ന് പറഞ്ഞാൽ മനുഷ്യകുലമാണ്. അത് പവിത്രീകരിക്കപ്പെടുന്നു. തുടർന്ന് ഇതിൻ്റെ മൂന്നാമത്തെ മാത്രയെക്കുറിച്ച് പറയുകയാണ്. സുഷുപ്തസ്ഥാനഃ പ്രാജ്ഞോ മകാരഃ തൃതീയാ മാത്ര മിദേഹേ അപിതേർവാ മിനോദിഹ വാ ഇദം സർവമപീതിശ്ച ഭവതി യ ഏവം വേദ. 11ാമത്തെ മന്ത്രം. സുഷുപ്തസ്ഥാനഃ, ഗാഠസുഷുപ്തി അനുഭവിക്കുന്ന നമ്മുടെ മൂന്നാമത്തെ സ്ഥാനം, അവസ്ഥ. പ്രാജ്ഞ, പ്രാജ്ഞനാണ് അതിനെ അനുഭവിക്കുന്നത്. നമ്മുടെ 3 പേരുകളിൽ വൈശ്വാനരൻ, തൈജസൻ, പ്രാജ്ഞൻ. ഈ പ്രാജ്ഞൻ തൃതീയ മാത്ര മകാര, മൂന്നാമത്തെ മാത്രയായിട്ടുള്ള മകാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മകാരഃ മിദേഹേ അപിതേവ, മിദേഹേ, മിതം എന്ന് പറഞ്ഞാൽ അളവ്. അത് അളവായിരിക്കുന്നത് ഹേതുവായിട്ടോ, അപിതേവ സകലതും അതിൽ തന്നെ ഏകീഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടോ ആണ് മകാരത്തിന് ഈ പദവി വന്നത്. ഏതിന്? ഗാഠസുഷുപ്തിയിലെല്ലാം അതിൽ ഏകീഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇത് ഈ ഓം എന്നുള്ളതൊക്കെ രൂപപ്പെടുത്തി എടുക്കുന്നതിൻ്റെ പിറകിൽ തന്നെ ഒരുപാട് റിസർച്ചും ഗവേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. ഇത്രയും വ്യാപ്തിയുള്ളതാണ്, ആഴമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ.
നമ്മുടെ ഭാഷാ പണ്ഡിതന്മാരും ഇതിനെയൊക്കെ ചേരുമ്പടി ചേർത്തവരൊക്കെ ചില്ലറക്കാരൊന്നുമല്ല. ഇത് മനസ്സിലാക്കാൻ തന്നെ ഇന്ന് ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ചൊരു എന്താ പറയുക, ഈ വാട്സാപ്പ് ഇതെന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ ഇന്ന് എന്തും വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വഴിയാണ് അറിയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, ഇവിടെ ഒന്ന് നമ്മൾ ഏകാഗ്രപ്പെടേണ്ടതുണ്ട്. ഈ മനനം എന്ന് പറയുന്നത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടൂല. നമുക്ക് ബോധിക്കണം എന്നിട്ട്. അതിനാണ് അനുഗ്രഹം എന്ന് പറയുക. ശാസ്ത്രാനുഗ്രഹം, ഗുരു അനുഗ്രഹം. അങ്ങനെ ആരാണ് യഹ ഏവം വേദ ഇപ്രകാരം അറിയുന്നത് ഇതിനെ? ഇതം സർവം വിനോദിഹ വൈ, ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും അതെന്താണ്? അളന്നറിയുന്നു. അഭീതിച്ച ഭവതി, അതെല്ലാം തന്നെ തന്നിൽ ഏകീഭവിക്കുന്നു. ഗാഢസുഷുപ്തി എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഗാഢസുഷുപ്തി അനുഭവിക്കുന്നത് അവിടെയാണ്. എല്ലാം അതിൽ ഏകീഭവിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണത്. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇതം സർവം വിനോദിഹ വൈ അഭീതിച്ച ഭവതി, എല്ലാം അതിൽ ഏകീഭവിക്കുന്നു. അതുകൊണ്ട് എന്താണ് മകാരം? ഇതിലെ അവസാനത്തെ മന്ത്രം അമാത്ര ചതുർത്ഥോ അവ്യവഹാര്യ പ്രപഞ്ചോപശമ ശിവോ അദ്വൈത ഏവമോങ്കാര ആത്മൈവ സംവിശ്യത്യാത്മാനമാത്മാനം യ ഏവം വേദ. വീണ്ടും അവ്യവഹാര്യ പ്രപഞ്ചോപശമ അമാത്ര ചതുർത്ഥ പ്രപഞ്ചോപശമ ശിവ അദ്വൈത ഏവം ഓങ്കാര ആത്മാ ഏവ സംവിശതി ആത്മാനം ആത്മാനം യ ഏവം വേദ. അവ്യവഹാര്യ, വ്യവഹരിക്കാൻ വിഷയമല്ലാത്ത, വ്യവഹാരത്തിന് വിഷയമല്ലാത്ത, പ്രപഞ്ചോപശമ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉപശമമായിരിക്കുന്ന ശിവ അദ്വൈത. ഈ ആശയം മുമ്പ് പറഞ്ഞതാണ്. ശിവമായിരിക്കുന്ന, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, അദ്വൈതം രണ്ടില്ലാത്തതായ അതാണ് ചതുർത്ഥ പാദ അമാത്ര. അമാത്രയില്ലാത്ത, എടുത്തു പറയാനുള്ള ആ ഊ മാ എന്ന് പറയാനില്ലാത്ത, എന്നാൽ അതങ്ങനെ ലയിച്ചു ചേരുന്ന അമാത്ര, അതതിൻ്റെ നാലാമത്തേതാണ്. തുരീയം എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ എന്തില്ല, ഒരു പേരിടാൻ പറ്റില്ല. പിന്നെ അവിടെ വെഷ്ടി എന്നും സമഷ്ടി എന്നും വേറെ പറയാൻ പറ്റില്ല. അത് അനുഭവമാണ്. അതിനെ അവിടെ പറയുന്നത് എന്താണ്? ശിവ അദ്വൈത ചതുർത്ഥ പാദ, നാലാമത്തെ പാദം. അതെന്താണ്? അമാത്ര. ഓംകാരത്തിലെ മാത്രയില്ലാത്ത നിശബ്ദത ഏതോ അതാണത് അമാത്ര. ഓ ഒരു പ്രണവം കഴിഞ്ഞ് അടുത്ത പ്രണവം ചൊല്ലുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയിലുള്ളൊരു അമാത്രയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് നാലാമത്തേത്. ഏവം ഓംകാരം ആത്മാ ഏവ, ഇപ്രകാരം ഓംകാരം ആത്മാവ് തന്നെയാകുന്നു. യ ഏവം വേദ, ആരാണോ ഇപ്രകാരം അറിയുന്നത്, സഹ ആത്മന ആത്മാനം സംവിശതി, അവൻ ആത്മാവ് കൊണ്ട് സ്വയം ആത്മാവിനെ തന്നിൽ തന്നെ എന്ത് ചെയ്യുന്നു? അവനവനിൽ വിശരണ പ്രവേശിക്കുന്നു, അവനതായിത്തീരുന്നു. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് ഈ പ്രണവത്തിൻ്റെ താത്പര്യം.
നമുക്ക് വളരെ അത്ഭുതം തോന്നുന്നു. ഇന്ന് നമ്മുടെ പ്രഭാഷണം തുടങ്ങിയിട്ട് 100ാമത്തെ ദിവസമാണ്. ഇന്ന് 100ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നതാണ്. 100 ദിവസമായി. ഈ 100 ദിവസത്തിൽ ഒരു ദിവസവും മുടക്കമുണ്ടായിട്ടില്ല. ഗീതാമാതാവിൻ്റെ അനുഗ്രഹം, നിങ്ങളുടെയൊക്കെ പിന്തുണ തീർച്ചയായിട്ടും. നമുക്ക് 8ാം അധ്യായത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് 9ാമത്തെ അധ്യായം. 8ാം അധ്യായം കഴിഞ്ഞിട്ടില്ല, ഇനി വരാൻ പോകുന്നുണ്ട് കുറേ നല്ല ശ്ലോകങ്ങൾ. പിന്നീട് അങ്ങോട്ട് അടുത്ത അധ്യായത്തിൻ്റെ പേര് തന്നെ അതിഗംഭീരമാണ്. ജ്ഞാനവിദ്യ ജ്ഞാനഗുഹ്യമാണ്. അറിവ് രഹസ്യമാർന്ന അറിവാണ്. ചിന്മയാനന്ദ സ്വാമികൾ പറയും ദ റോയൽ സീക്രട്ട് എന്നാണ്. സ്വാമിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യായമാണ്. രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അധ്യായമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വിഭൂതി യോഗമുണ്ട്, പിന്നെ വിശ്വരൂപ ദർശനമുണ്ട്, പിന്നെ ഭക്തിയോഗമുണ്ട്, ഗുണത്രയ വിഭാഗയോഗമുണ്ട്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ പുരുഷോത്തമ യോഗം കിടക്കുകയാണ് യോഗങ്ങളങ്ങനെ. നമ്മുടെ ഒരു യോഗം. അപ്പം 100ാമത്തെ ദിവസമാണ് ഇന്ന്. ന്യായമായും 100ാമത്തെ ദിവസം നിങ്ങളോട് ദക്ഷിണ എന്തെങ്കിലും തരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങളുടെ ഈ അറിവ് ഫലവത്തായി തീരട്ടെ. നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണം. എന്തിനാണ് സ്വാമിക്ക് കാശ് എന്ന് ചോദിച്ചാൽ, എന്തിനാണോ നിങ്ങൾക്കൊക്കെ കാശ് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ആശ്രമം പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ പണിയുള്ള ഒരു പണി തന്നെയാണ്. ആശ്രമവും അതും ഇതുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വ്യവഹാരമാണ്. പിന്നെ ഇവിടെ ഇലക്ട്രിക് ബില്ലുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കുറേ മെയിൻ്റനൻസ്, മറ്റത് മറിച്ചത്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ധനം അനിവാര്യമായിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓടി നടന്ന് ജ്ഞാനയജ്ഞങ്ങളൊക്കെ നടത്തി പ്രഭാഷണങ്ങളൊക്കെ നടത്തി കിട്ടുന്നതാണ് നമ്മുടെ. വേറെ മറ്റ് എന്തെങ്കിലും വാടക വിരിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടും ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. ലോകത്തിലെ ഏറ്റവും ഇതിന് വിലയിടാൻ പറ്റാത്തതായിട്ടുള്ള ജ്ഞാനം, അതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും നിങ്ങൾ സഹായിക്കണം എന്ന് നിങ്ങളുടെ മുന്നിലൊരു അപേക്ഷ വയ്ക്കുന്നു. നമ്മുടെ ഇതിൻ്റെ ഗൂഗിൾ പേ ആയിട്ടും നമ്മുടെ സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ വെബ്സൈറ്റ് ഉണ്ട്, www.sobg.org. അതും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം. അതിൽ വായിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ കാണാം. അല്ലാതെ തന്നെ ഇതിൽ ഗൂഗിൾ പേയുടെ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങളുടെ ഒരു മനസ്സ്, അത് എന്നെക്കൊണ്ട് സഹായമൊന്നും പറ്റില്ല, ഞാൻ വേണമെങ്കിൽ കേൾക്കാം എന്നാണെങ്കിൽ അങ്ങനെ സഹായിക്കാം. എന്തായാലും നിങ്ങൾക്കിത് ഗുണപരമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഈ ശാസ്ത്രത്തിൻ്റെ അറിവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് സാധിക്കട്ടെ. നിങ്ങൾ കൂടുതൽ പേരിൽ എത്തിക്കാൻ ഇതിൻ്റെ ഷെയർ ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഏതായാലും 100ാം ദിവസം നമ്മൾ പ്രത്യേകം നിങ്ങളോട് ആ സന്തോഷം അറിയിക്കുന്നു. 8 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റെക്കോർഡ് തന്നെ ബ്രേക്ക് ചെയ്യും. 108 ദിവസമാണ് ഗീത പറഞ്ഞിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ദിവസം തുടർച്ചയായി പറഞ്ഞിട്ടുള്ളത്. അത് തിരുവനന്തപുരത്തും എറണാകുളത്തും 2003 2005 നടന്നത്. പിന്നെ 45 ദിവസം 55 ദിവസം ഇന്ത്യൻ കോൺസുലേറ്റിൽ ദുബായിൽ നടന്നു. പിന്നെ 21 ദിവസം അബുദാബി കോൺസുലേറ്റിൽ നടന്നു. പിന്നെ അതിനെ ലഘൂകരിച്ച് 18 ദിവസം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതാ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നു. ഏതായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വീണ്ടും വീണ്ടും ഇത് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. മറ്റേത് കഴിഞ്ഞാൽ കഴിഞ്ഞു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങളുടെ പിന്തുണയ്ക്കെല്ലാം എല്ലാ സപ്പോർട്ടിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഗുരുപരമ്പരയുടെ ഗീതാമാതാവിൻ്റെ അനുഗ്രഹം ഇവർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.